നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു പ്രവാസിക്കും ഈ ഗതി വരുത്തരുതേ. അത്തരത്തിൽ ഒരു പ്രവാസിക്കുണ്ടായ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. കുടുംബം ഏറ്റെടുക്കാൻ എത്താതിരുന്നതോടെ നാട്ടിലെത്തിച്ച പ്രവാസിയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള അനുമതി തേടി സുഹൃത്തായ യുവതി പോലീസ് സ്റ്റേഷനു മുന്നിൽ മണിക്കൂറുകളാണ് തള്ളി നീക്കിയത്. എന്നാൽ അനിശ്ചിതത്വത്തിനൊടുവിൽ പ്രവാസിയായ ഏറ്റുമാനൂർ സ്വദേശി ജയകുമാറിന്റെ മൃതദേഹം സംസ്കരിച്ചു. 7 ദിവസം മുൻപ് ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജയകുമാറിന്റെ മൃതദേഹം സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് നാട്ടിലെത്തിച്ചത്. മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ മൃതദേഹം നാട്ടിലേക്ക് അയക്കേണ്ടെന്നും മരണ സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും മാത്രം അയച്ചാൽ മതിയെന്നുമായിരുന്നു വീട്ടുകാരുടെ നിലപാട്. എന്നാൽ മൃതദേഹം അധികകാലം അവിടെ സൂക്ഷിക്കാൻ സാധിക്കില്ലെന്ന് വന്നതോടെയാണ് നാട്ടിലേക്ക് അയച്ചത്. എന്നാൽ കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന ജയകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ഭാര്യയും വീട്ടുകാരും തയ്യാറായില്ല. നാട്ടിൽ മൃതദേഹം എത്തിയ ശേഷം വിളിക്കാൻ പറഞ്ഞ വീട്ടുകാരെ പക്ഷേ നെടുമ്പാശ്ശേരിയിൽ മൃതദേഹം എത്തിയ ശേഷം ഫോണിൽ കിട്ടിയില്ല. സബിയ എന്ന പെൺകുട്ടിയാണ് നെടുമ്പാശ്ശേരിയിൽ മൃതദേഹം ഏറ്റുവാങ്ങിയത്. മരിച്ച പ്രവാസിയുടെ സുഹൃത്താണ് സബിയ. മൃതദേഹം ഏറ്റുവാങ്ങാൻ സബിയയുടെ പേരാണ് വെച്ചിരുന്നത്. തുടർന്ന് മൃതദേഹം സംസ്കരിക്കാൻ അനുമതി തേടി ജയകുമാറിന്റെ വനിതാ സുഹൃത്തായ സബിയ മണിക്കൂറുകളാണ് ആലുവ പോലീസ് സ്റ്റേഷനു മുന്നിൽ കാത്തിരുന്നത്. ഏറ്റുമാനൂർ പോലീസാണ് ഒടുവിൽ സംസ്കാരത്തിന് അനുമതി നൽകിയത്. പുലർച്ചെ 3 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം വനിതാ സുഹൃത്താണ് ഏറ്റുവാങ്ങുന്നത്. സംസ്കാരത്തിനുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി മണിക്കൂറുകളോളം വനിതാ സുഹൃത്ത് മൃതദേഹവുമായി ആലുവ പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്നു. ആലുവ പോലീസ് സ്റ്റേഷനിൽ നിന്നും NOC ലഭിക്കാതെ വന്നതോടെയാണ് മൃതദേഹവുമായി ഏറ്റുമാനൂരിലേക്ക് സുഹൃത്ത് പുറപ്പെട്ടത്. തുടർന്ന് ജയകുമാറിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ഏറ്റുമാനൂർ പോലീസ് സംസ്കാരത്തിനുള്ള അനുമതി നൽകുകയായിരുന്നു. എന്നാൽ ജയകുമാർ 4 വർഷമായി കുടുംബവുമായി ബന്ധം പുലർത്തിയിരുന്നില്ലെന്നും അതിനാലാണ് മൃതദേഹം ഏറ്റെടുക്കാത്തതെന്നുമാണ് കുടുംബം ഇതിനോട് പ്രതികരിച്ചത്. ഏറ്റുമാനൂരിൽ നിന്നും വൈകിട്ടോടെ എറണാകുളത്തെത്തിച്ച മൃതദേഹം ആലുവയിലെ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കുകയായിരുന്നു. പ്രവാസികളുടെ മൃതദേഹം കുടുംബങ്ങൾ നിരസിക്കുന്ന പ്രവണത കൂടുകയാണെന്നാണ് മൃതദേഹം നാട്ടിലെത്തിച്ച സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഇതിനോട് പ്രതികരിച്ചത്. പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ജയകുമാറിന്റെ മൃതദേഹം സംസ്കരിക്കാൻ കേരള പോലീസ് നൽകിയ പിന്തുണ പ്രശംസനീയമെന്നും അദ്ദേഹം പ്രതികരിച്ചു. 2-3 വർഷത്തിനിടെ ഇത്തരം സംഭവങ്ങൾ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. മരണപ്പെട്ടയാൾ കുടുംബത്തോട് ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിലും നാട്ടിലെത്തിയ മൃതദേഹം ഏറ്റെടുത്ത് കൊണ്ടുപോയി സംസ്കരിക്കണമായിരുന്നു. അതായിരുന്നു മനുഷ്യത്വപരമായ സമീപനം. അത് ചെയ്യാതിരുന്നത് തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.